നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും വിജയിപ്പിക്കേണ്ട 10 പേരുടെ ലിസ്റ്റ് ഞാൻ ഇന്നലെ പ്രസിദ്ധീകരിച്ചപ്പോൾ പലരും എന്നോട് പിണങ്ങി. എനിക്ക് വളരെ അടുപ്പവും സൗഹൃദമുള്ള പലരും ആ ലിസ്റ്റിൽ പെട്ടിരുന്നില്ല. 10 പേരിൽ അത് ഒതുക്കുക എന്ന ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ആ 10 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചില മാനദണ്ഡങ്ങൾ വേണമായിരുന്നു. മാത്രമല്ല, വിജയിച്ചാൽ നല്ലതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിലും വിജയസാധ്യത തീരെയില്ലാത്ത ചിലരെ ഒഴിവാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് BJPക്കാർ. BJPയിൽ ഒരുപറ്റം ചെറുപ്പക്കാർ മിടുക്കന്മാരുണ്ട്. ശങ്കുറ്റി ദാസും അനൂപ് ആന്റണി ജോസഫും ഷോൺ ജോർജും അടക്കമുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ. അന്ന് ചിലരൊക്കെ ചോദിച്ചു, വിജയിക്കേണ്ട 10 പേർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോൽക്കേണ്ട 10 പേരുടെ പേര് പറയാൻ കഴിയുമോന്ന്. മറുനാടിനെ കൃത്യമായി അറിയാവുന്നവർക്കറിയാം, വിജയിക്കേണ്ട 10 പേരുടെ പേര് പറഞ്ഞാൽ തോൽക്കേണ്ട 10 പേരുടെ പേരും മറുനാടൻ പറയും. അങ്ങനെ പറയാൻ ഒരു ഭയവും ആശങ്കയും ഞങ്ങൾക്കില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളത് ചെയ്യാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തനത്തിലെ നിഷ്പക്ഷത എന്ന് പറയുന്നത് അവനവൻ്റെ അഭിപ്രായം സ്വതന്ത്രമായി പറയുന്നതാണ്. അല്ലാതെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരിൽ അവിടെയും ഇവിടെയും തൊടാതെ ഒളിച്ചു കടത്തുന്നതല്ല. നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ നിഷ്പക്ഷമെന്ന് പറയുകയും അവരുടെ താല്പര്യങ്ങൾ ഒളിച്ചു കടത്തുകയും ചെയ്യും. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ കണ്ടാൽ നമ്മളൊക്കെ കരുതും കേരളത്തിൽ മുഴുവൻ സീറ്റുകളിലും CPM ജയിക്കുമെന്ന്. കൈരളി കണ്ടാൽ തോന്നില്ല, പക്ഷേ റിപ്പോർട്ടർ ചാനൽ കണ്ടാൽ തോന്നും. ഞങ്ങൾ പക്ഷേ അത്രയും അന്ധന്മാരല്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും തോൽപ്പിക്കേണ്ട 10 പേരുണ്ട്. മറുനാടിനെ കേൾക്കുന്നവർ ഇത് മനസ്സിൽ വയ്ക്കുക. ഈ 10 പേർക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവസരം കിട്ടിയാൽ നിങ്ങളിത് മനസ്സിൽ വെച്ച് നിങ്ങളുടെ തീരുമാനമെടുക്കുക. ഈ 10 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം തോൽപ്പിക്കേണ്ട ഒരു 30 പേരെങ്കിലും ഉണ്ട് എന്നതാണ് സത്യം. അത്രമാത്രം ജനങ്ങളോട് താല്പര്യമില്ലാത്ത, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ധാരാളം നേതാക്കളുണ്ട്. ഞാൻ ഈ ലിസ്റ്റിൽ ഇടം കൊടുത്തിട്ടില്ലാത്ത കുറേയധികം ആളുകളുണ്ട്. കോന്നിയിലെ ജിനേഷ് കുമാറിനെ പോലുള്ളവർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരൊക്കെ വാസ്തവത്തിൽ തോൽക്കേണ്ടവർ തന്നെയാണ്. അങ്ങനെ നോക്കിയാൽ ഒരുപാട് പേരെ ഉൾക്കൊള്ളിക്കേണ്ടത് കൊണ്ട് ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. മാത്രമല്ല, ഈ ലിസ്റ്റിൽ ഒന്നാമനായി വരേണ്ട ഒരാളുണ്ട്. എല്ലാവരും ഏക മനസ്സോടെ പറയുന്ന ഒരാൾ, പിണറായി വിജയൻ. അദ്ദേഹത്തിനെ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം പിണറായി വിജയനെ തോൽപ്പിക്കണമെന്നത് കേരളീയ സമൂഹത്തിൻ്റെ പൊതു ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിക്കേണ്ടത് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ടാണ്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ജനം ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം പിണറായിയെ തോൽപ്പിക്കാനാണ്. പക്ഷെ പിണറായിയെ വ്യക്തിപരമായി തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഭീരുവായതിനാൽ ഏറ്റവും ഉറച്ച സീറ്റിലെ പിണറായി മത്സരിക്കൂ, ധർമ്മടത്തെ. ഇനി അഥവാ ഒന്ന് മാറ്റിപ്പിടിക്കണമെങ്കിൽ മട്ടന്നൂരോ കല്യാശ്ശേരിയിലോ തലശ്ശേരിയിലോ ഒക്കെ മത്സരിക്കൂ. കാരണം പിണറായിക്ക് നല്ല ഭയമുണ്ട്. പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന കണ്ണൂരിലെ CPM കോട്ടകളിലല്ലാതെ എവിടെ പിണറായി വിജയൻ മത്സരിച്ചാലും തോറ്റുപോകുമെന്നത് വാസ്തവമാണ്. അതേസമയം ഉമ്മൻചാണ്ടിയും ആന്റണിയും ഒന്നും അങ്ങനെ ആയിരുന്നില്ല. അവർ കേരളത്തിൽ എവിടെ പോയി മത്സരിച്ചാലും ജയിക്കുമായിരുന്നു. എന്നാലും ഭീരുവായ പിണറായി ധർമ്മടത്ത് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുക അസാധ്യമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി 10 പേരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം തോൽപ്പിക്കേണ്ടത് PK ശ്യാമളയാണ്. തോൽപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇല്ല. കാരണം CPMൻ്റെ മറ്റൊരു കോട്ട തന്നെയാണ് തളിപ്പറമ്പ്. ഞങ്ങളുടെ സർവേ ഫലം സൂചിപ്പിക്കുന്നത് ശ്യാമള കഷ്ടി ജയിച്ചു പോകുമെന്നാണ്. പക്ഷെ ഒരാഗ്രഹം ബാക്കി കിടക്കുന്നു, ശ്യാമള തോറ്റിരുന്നെങ്കിൽ എന്ന ആഗ്രഹം. കേരള രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും ജയിക്കരുതാത്ത ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ, അതായത് എല്ലാ അർത്ഥത്തിലും തോൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് PK ശ്യാമളയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, MV ഗോവിന്ദൻ എന്ന പാർട്ടിയിലെ ശക്തനായ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ശ്യാമള അവിടെ മത്സരിക്കുന്നത്. പിണറായി വിജയനെ പാർട്ടിയുടെ പിന്തുണ ഉറപ്പാക്കണം, അദ്ദേഹത്തിന് തോന്നിയാസം നടപ്പിലാക്കാൻ. അതുകൊണ്ട് ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്താലേ അത് നടക്കൂ എന്ന് പിണറായിക്ക് അറിയാം. അല്ലെങ്കിൽ പാർട്ടിയിൽ എത്രയോ സീനിയേഴ്സ് അവിടെയുണ്ട്. അവർ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ സാജൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനായ മനുഷ്യൻ അവിടെ കൊണ്ട് കോടികൾ മുടക്കിയ ഒരു കൺവെൻഷൻ സെൻറ്റർ പണിതിട്ട്, ഞാൻ ഈ പദവിയിൽ ഇരിക്കുമ്പോൾ നിനക്കത് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. അയാൾ കടക്കാരനാകുന്നു, നിവൃത്തിയില്ലാതെ ജീവൻ ഒടുക്കുന്നു. അത്തരം അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പ്രതീകമായി മാറിയ ശ്യാമള മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കേരള രാഷ്ട്രീയത്തിൻ്റെ അപജയമാണ്. എനിക്ക് പ്രിയപ്പെട്ട തളിപ്പറമ്പിലെ സഖാക്കളോട് പറയാനുള്ളൂ, നിങ്ങൾ CPMനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ടി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി PK ശ്യാമളയ്ക്ക് വോട്ട് ചെയ്യരുത്. ശ്യാമളയേക്കാൾ എത്രയോ മഹത്തായ ഉയർന്ന പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് TK ഗോവിന്ദൻ. MV ഗോവിന്ദന് CPM വിട്ടു പോകാൻ നേരത്തെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് ഈ TK ഗോവിന്ദനാണ്. സ്ഥാനമോഹിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പടയാളിയായി അവിടെ ജീവിച്ചു. അതുകൊണ്ട് PK ശ്യാമളയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ്. മറക്കാതെ പ്രിയപ്പെട്ട തളിപ്പറമ്പുകാരെ, ശ്യാമളയെ നിങ്ങൾ തോൽപ്പിക്കുക. അത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. നിങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിനുള്ള, ശുദ്ധീകരണത്തിനുള്ള നിങ്ങളാൽ കഴിയുന്ന എളിയ സംഭാവനയായിരിക്കും. ആരും അറിയില്ല.
രഹസ്യമായി ശ്യാമളയ്ക്കെതിരെ വോട്ട് ചെയ്യുക. ശ്യാമളയിലൂടെ പിണറായിസം അവസാനിക്കാൻ നിങ്ങളായി മുൻകൈയെടുക്കുക. രണ്ടാമത് തോൽപ്പിക്കേണ്ടത് കുട്ടനാട് MLA തോമസ് കെ തോമസിനെയാണ്. തോമസ് കെ തോമസ് കേരള രാഷ്ട്രീയത്തിന് പറ്റിയ ആളെയല്ല. എങ്ങനെയെങ്കിലും കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ കോടികൾ കൊടുത്ത് പാവപ്പെട്ട മനുഷ്യരെ വിലക്കെടുത്ത് അധികാരം ഉറപ്പിക്കാം എന്ന് കരുതിയ ഒരു അഹങ്കാരിയാണ് തോമസ് കെ തോമസ്. ചേട്ടൻ കുവൈറ്റ് ചാണ്ടി മരിച്ചപ്പോൾ പകരക്കാരനായി പണത്തിന്റെ ഹുങ്കിൽ കയറി വന്നതാ. മത്സരിച്ച് ജയിക്കുന്നതിന് മുൻപ് തന്നെ ഈ തോമസ് എന്ന് പറയുന്ന നേതാവ് താനായിരിക്കും വൈദ്യുതി മന്ത്രി എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിണറായി വിജയനോട് എനിക്ക് ഈ 5 വർഷത്തിനിടയിൽ ആകെ മതിപ്പ് തോന്നിയ ഒരു കാര്യം, പല സമ്മർദ്ദമുണ്ടായിട്ടും ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ല എന്നതാണ്. പണക്കൊഴുപ്പ് കൊണ്ട് മാത്രം അധികാരവും ധാർഷ്ട്യവും പിടിച്ചെടുക്കാം എന്ന അഹമ്മതിയിൽ MLA ആയ തോമസ് കെ തോമസ് തോൽക്കേണ്ടത് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ അത്യാവശ്യമാണ്. മറക്കാതെ തോമസ് കെ തോമസിനെ തോൽപ്പിക്കാൻ വേണ്ടത് ചെയ്യാൻ കുട്ടനാട്ടുകാർ ശ്രമിക്കുക. മൂന്നാമത് തോൽപ്പിക്കേണ്ടത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെയാണ്. 2016 ഉറപ്പായും ജയിപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പേരാണ് വീണ ജോർജിൻ്റേത്. അന്ന് അവിടുത്തെ പാർട്ടിക്കാർക്ക് പോലും എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ 2026 ഉറപ്പായും തോൽപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കുണ്ടായ ദുരന്തവും അവരുടെ ധാർഷ്ട്യവും പിണറായിയോടുള്ള അമിതമായ വിധേയത്വവും മാത്രമല്ല, അവർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ച നാടകവും, ആ നാടകത്തിൻ്റെ ഭാഗമായി 2 ആഴ്ചയോളം പാവപ്പെട്ട കുറേ പിള്ളേർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതും മറക്കാൻ പാടില്ല. ആ കുട്ടികളെ നമ്മളൊന്ന് ഓർത്തു നോക്കുക. അവർ പൊതുപ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി അവരെ 2 ആഴ്ച ജയിലിൽ അടച്ചത് അവരുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഏത് സ്ത്രീക്ക്, ഏത് അമ്മയ്ക്ക്, ഏത് അച്ഛന് ക്ഷമിക്കാൻ കഴിയും? അവർ ഒറ്റ കാരണം കൊണ്ട് തന്നെ, ആ കഴുത്തുളുക്കിൻ്റെ പേരിൽ ആ നിരപരാധികളായ കുട്ടികളെ ജയിലിൽ അടച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ആറന്മുളയിലെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും കുഴപ്പമില്ല, ദയവായി വീണ ജോർജിന് ചെയ്യരുത്. അവർ തോൽക്കേണ്ടത് ഇവിടെ നീതിയും നിയമവാഴ്ചയും നിലനിൽക്കാൻ അത്യാവശ്യമാണ്. തോൽക്കേണ്ടവരുടെ മറുനാടൻ്റെ ലിസ്റ്റിൽ 4ാമതിടം പിടിച്ചതും ഒരു വനിതാരത്നമായതിൽ ക്ഷമിക്കുക. മറ്റാരുമല്ല, ഇരിങ്ങാലക്കുടയിൽ ജയിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു. അവരുടെ മുഖത്തും വർത്തമാനത്തിലും പെരുമാറ്റത്തിലുമൊക്കെ അഹങ്കാരത്തിൻ്റെ ശരീരഭാഷയുണ്ട്. അവർ ഇംഗ്ലീഷ് പ്രൊഫസറാണെന്ന് പറയുന്നു. പക്ഷെ നേരെ ചൊവ്വേ അവർ ഇംഗ്ലീഷ് പറയാറില്ല എന്ന് നമ്മൾ കേട്ടതാണ്. അവർ അവരുടെ ജീവിതകാലം മുഴുവൻ സുരക്ഷിതമായ സർക്കാർ ഉദ്യോഗവുമായി ജീവിച്ചു. പെൻഷൻ കൈപ്പറ്റി അവർ MLA ആയി, അപ്പോൾ തന്നെ മന്ത്രിയുമായി. എന്തുകൊണ്ടാണ്? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ്റെ ഭാര്യയായതുകൊണ്ട് മാത്രം. ആ ഒരു ഹുങ്ക് അവർക്ക് എക്കാലത്തും ഉണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളമാക്കി എന്ന് മാത്രമല്ല, അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കേരളത്തെ പിന്നോട്ടടിച്ചു. അതുകൊണ്ട് ഇരിങ്ങാലക്കുടക്കാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും കുഴപ്പമില്ല, ബിന്ദുവിനെ ഒഴിവാക്കുക, അവർ തോൽക്കട്ടെ. അഞ്ചാമത് ഇടം പിടിക്കുന്ന ആൾ പി രാജീവാണ്. ഞങ്ങളുടെ സർവേയിൽ പറയുന്നത് എറണാകുളത്ത് ആകപ്പാടെ CPM ജയിക്കുന്ന ഒരു സീറ്റ് പി രാജീവിൻ്റെ കളമശ്ശേരിയാണെന്നാണ്. പക്ഷെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുന്നു രാജീവ് തോൽക്കണമെന്ന്. രാജീവിനെ പോലെ ഒരു കപട നാട്യക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ വേറെയില്ല. ഇതിനു മുമ്പ് ഒരാളുണ്ടായിരുന്നു, തോമസ് ഐസക്. തോമസ് ഐസക് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കപട നാട്യക്കാരനും കള്ളനാണയവും പി രാജീവാണ്. ശാന്തമായി ചതുരവടിവ് ഭാഷയിൽ സംസാരിക്കുക, ആർക്കും പിടികിട്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിജീവിയും ആദർശധീരനുമായി അഭിനയിക്കുക, മുതലാളിത്തത്തിനെതിരായി, ലാഭത്തിനെതിരായി, സാർവത്രിക വിദ്യാഭ്യാസത്തിനെതിരായി സംസാരിക്കുക. പക്ഷെ കോട്ടും സൂട്ടുമിട്ട് ദാവോസിലെ ഒരു മുറിയിൽ പോയിരുന്ന് കേരളത്തിൽ നിക്ഷേപം കൊണ്ടുവരാനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഖജനാവിലെ പണം ദൂർത്തടിച്ചിട്ട് ഇവിടെ വന്ന് നുണ പറഞ്ഞ് തള്ളും. 3.5 ലക്ഷം കോടി രൂപ മുടക്കാൻ ഇവിടെ ആള് വന്നു, ഇവിടെ മുടക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയുന്ന വിഡ്ഢിവേഷക്കാരനാണ് പി രാജീവ്. സാർവത്രിക വിദ്യാഭ്യാസമേ പാടില്ല എന്ന് പറഞ്ഞ് മക്കളെ എറണാകുളത്തെ ഏറ്റവും ഫീസുള്ള രാജഗിരി സ്വകാര്യ സ്കൂളിൽ തന്നെ പഠിപ്പിക്കും. ഹമാസിന് വേണ്ടി ഇസ്രായേലിനെ തള്ളിപ്പറയും, ഭാര്യയെ ഇസ്രായേലി സ്കോളർഷിപ്പ് വാങ്ങി മുമ്പോട്ട് പോകാൻ നയിക്കും. ഒന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിലുണ്ടാക്കി കൊടുത്തു, ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ തുടങ്ങിയെന്ന് നുണ കൊട്ടിഘോഷിച്ച ആളാണ്. കേരളത്തിൻ്റെ വ്യവസായ ഭൂമികയെ, സംരംഭക സംവിധാനത്തെ ഇത്രയേറെ പിറകോട്ട് നയിച്ച മറ്റൊരു മന്ത്രിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കളമശ്ശേരിക്കാരെ,
നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെകുത്താനാണെങ്കിലും വേണ്ടില്ല, പി രാജീവ് ജയിച്ചു വരുന്ന സാഹചര്യം ഒഴിവാക്കുക. ആറാമത് ഞങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഒരു UDF സ്ഥാനാർത്ഥിയാണ്. അത് ഒറ്റപ്പാലത്തെ PK ശശിയാണ്. PK ശശിയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ CPMൽ നിന്നും ശശി പുറത്തു പോകുന്നത് ഒരു പീഡന കേസിലാണ്. അന്ന് ശശിയെ രക്ഷിക്കാൻ വേണ്ടി CPMൻ്റെ അന്വേഷണ കമ്മിറ്റി തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ അടക്കം സകലരും ഏറ്റുപിടിച്ചതാണ്. എന്നിട്ട് ശശിയെ UDFൻ്റെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുന്നത് അങ്ങേയറ്റം പാപ്പരത്തമാണ്. ശശിയെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളിയെ ഒഴിവാക്കിയത് എന്ന് ഇതുവരെ തൃപ്തികരമായി വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കമല്ല, മറ്റ് ചില കാരണങ്ങളാൽ അവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ശശിയുടെ സ്ഥാനാർത്ഥിത്വം. ഇന്നലെ വരെ CPMൻ്റെ നേതാവായിരുന്ന ശശി ആ പദവി രാജിവെച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിക്കുമ്പോൾ ഇത് കേരളമാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ PK ശശിയെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ട ഒറ്റപ്പാലംകാർ ഏറ്റെടുക്കുക. തോൽക്കേണ്ടവരുടെ ലിസ്റ്റിൽ ഞങ്ങൾ ഇടം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏഴാമൻ കുന്നത്തുനാട് മത്സരിക്കുന്ന PV ശ്രീനിജനാണ്. PV ശ്രീനിജൻ തോൽക്കണമെന്ന് പറയാൻ കൃത്യമായ കാരണമുണ്ട്. 2023 മറുനാടിനെ പൂട്ടിക്കെട്ടാനുള്ള പിണറായിയുടെ ഗൂഢാലോചനയ്ക്ക് ആദ്യം നിന്നുകൊടുത്തത് PV ശ്രീനിജനായിരുന്നു. PV ശ്രീനിജന് മറുനാടിനെതിരെ പരാതിയുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ PV ശ്രീനിജൻ ചെയ്തത് മറുനാടിനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി നിയമം ശ്രീനിജന് കൊടുത്തിരിക്കുന്ന പട്ടികജാതിക്കാരൻ എന്ന പ്രിവിലേജിനെ ദുരുപയോഗിക്കുക എന്ന അങ്ങേയറ്റത്തെ മോശം പ്രവൃത്തിയാണ്. ഒരു തരത്തിലും ജാതി പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല എന്ന് ശ്രീനിജൻ അറിയാമായിട്ടും ശ്രീനിജൻ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന കള്ളക്കേസ് മറുനാടിനെതിരെ കൊടുക്കുകയും ഞങ്ങൾക്ക് സുപ്രീം കോടതി വരെ പോയി പോരാട്ടം നടത്തി വിജയിക്കേണ്ടി വരികയും ചെയ്തു. പക്ഷെ അത് ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്നലെയും ജമ്മു കാശ്മീർ കോടതിയിൽ സുപ്രീം കോടതി ഷാജൻ സ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ എടുത്ത വിധി കോട്ട് ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നു. രാജ്യത്തെമ്പാടുമുള്ള കോടതികളിൽ ഈ കേസ് ചർച്ചയാവുന്നതിൻ്റെ കാരണം ശ്രീനിജൻ്റെ പരാതിയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനിജനോട് എനിക്ക് കടപ്പാടും സ്നേഹവുമാണുള്ളത്, വിരോധമല്ല. എന്നാൽ ഒരു കാര്യം അടിവരിട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതെങ്കിലും ഒരു പൗരനോ ഒരു പൗരസമൂഹത്തിനോ അവരുടെ സാമൂഹിക സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില പ്രിവിലേജുകൾ നിയമം നൽകിയാൽ, ഭരണഘടന നൽകിയാൽ അത് ദുരുപയോഗിക്കുന്നവരെ സൂക്ഷിക്കണം. അവർ ജനാധിപത്യത്തോടും ഭരണഘടനയോടും ഇഷ്ടമില്ലാത്തവരാണ്. ഇവിടെ പാവപ്പെട്ട ദളിതരെ സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകിയ SC/ST അട്രോസിറ്റി നിയമം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ആർക്കോ വേണ്ടി ദുരുപയോഗിച്ചിരിക്കുന്നു PV ശ്രീനിജൻ. എനിക്കെതിരെ മാത്രമല്ല, കിറ്റക് സാബു അടക്കം അനേകം പേർക്കെതിരെ PV ശ്രീനിജൻ തനിക്ക് ഭരണഘടന ഉറപ്പു നൽകിയ ആ പ്രത്യേക പ്രിവിലേജ് ദുരുപയോഗിച്ചു. കുന്നത്തുനാട് മണ്ഡലത്തിലെ ഒരു പൗരൻ PV ശ്രീനിജനോട് സഹായം തേടി അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ വീട്ടിലോ ചെന്നാൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു കള്ളക്കേസ് അവർക്കെതിരെ കൊടുക്കാം. SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുക്കേണ്ടി വരും, ജയിലിലാവേണ്ടി വരും. നമ്മുടെ ഒരു ജനപ്രതിനിധിയെ കാണാൻ പോയാൽ നമ്മൾ ജയിലിലാവുന്ന സാഹചര്യം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. ശ്രീനിജൻ ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനിജനെ തോൽപ്പിക്കേണ്ടത് ജനാധിപത്യവും നിയമവാഴ്ചയും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമാണ്. പ്രിയപ്പെട്ട കുന്നത്ത് നാട്ടുകാരെ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, പക്ഷേ PV ശ്രീനിജന് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. തോൽപ്പിക്കേണ്ട എട്ടാമനും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. രണ്ടാമത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് തോൽപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മറ്റാരുമല്ല, മണലൂരിൽ മത്സരിക്കുന്ന TN പ്രതാപൻ. കളമശ്ശേരിയിൽ മത്സരിക്കുന്ന CPMലെ P രാജീവിനെ പോലെ തന്നെ കാപട്യം മുഖമുദ്രയായി കൊണ്ട് നടക്കുന്ന ഒരു നേതാവാണ് TN പ്രതാപൻ. രാജീവിനെ തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ തന്നെ പ്രതാപനെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കില്ല. മറുനാടിൻ്റെ സർവേയിൽ പ്രതാപന് കംഫർട്ടബിൾ മജോറിറ്റിയാണുള്ളത്. അതിലെനിക്കൊരു അത്ഭുതവുമില്ല. ചെവിയിൽ പോയി നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള വിരുദ് TN പ്രതാപനുണ്ട്. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത അടിമുടി അഭിനേതാവായ ഒരു കപടനാട്യക്കാരനാണ് TN പ്രതാപൻ എന്ന നേതാവ്. ആ പ്രതാപനെ ജയിപ്പിച്ചാൽ തീർച്ചയായും ജയിപ്പിക്കുന്നവർക്ക് പണി കിട്ടുമെന്ന് തീർച്ചയാണ്. പ്രതാപനെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. TN പ്രതാപനെ ജയിപ്പിച്ച് ദയവായി മണലൂറുകാർ പണി ചോദിച്ചു വാങ്ങരുതേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ അഭ്യർത്ഥന കൊണ്ട് പ്രതാപൻ തോൽക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം എനിക്കില്ല.
എങ്കിൽ പോലും പറയാനുള്ളത് പറയുന്നു. ടി എൻ പ്രതാപനെ ജയിപ്പിച്ച് പണി ചോദിച്ചു വാങ്ങരുത്. ഒമ്പതാമൻ്റെ പേര് പറയുമ്പോൾ എന്തേ ഇതുവരെ പറയാഞ്ഞത് എന്ന് മറുനാടൻ പ്രേക്ഷകർ ആലോചിക്കുകയായിരുന്നു എന്ന് വ്യക്തം. ഉറപ്പായും തോൽപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ മറുനാടൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒമ്പതാമൻ മറ്റാരുമല്ല, ബേപ്പൂരിൽ മത്സരിക്കുന്ന PV അൻവറാണ്. PV അൻവർ കുട്ടനാടിലെ തോമസ് കെ തോമസിനെ പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു അശ്ലീല കഥാപാത്രമാണ്. തോമസ് കെ തോമസ് ഒന്നുമല്ലെങ്കിൽ MLA എന്ന നിലയിൽ തൻ്റെ കാര്യം നോക്കി ജീവിച്ച് നാട്ടുകാർക്കും ചിലതൊക്കെ ചെയ്തു. എന്നാൽ PV അൻവർ അങ്ങനെയല്ല. പിണറായി സത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായി മാറി എല്ലാത്തരം വൃത്തികേടുകളും ക്രിമിനൽ പ്രവർത്തികളും അഴിമതികളും ഒക്കെ ചെയ്തു. സർക്കാർ ഭൂമി പിടിച്ചെടുക്കുക, നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുക, ഒപ്പം തന്നെ ഒരു കൊട്ടേഷൻ നേതാവിനെ പോലെ സൈബർ ഗുണ്ടായിസത്തിന്റെ ഉസ്താദായി നിറഞ്ഞു നിന്നു. പിണറായി വിജയൻ ഇത്രയധികം വെറുക്കപ്പെടാൻ പ്രധാന കാരണക്കാരിൽ ഒരാൾ PV അൻവറാണ്. PV അൻവർ എല്ലാത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും പിണറായിയുടെ തണലിൽ ചെയ്തു കൂട്ടി. ഏത് മനുഷ്യനെയും അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു. മാധ്യമ പ്രവർത്തകർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നിട്ട് ഒടുവിൽ വൃത്തികേടുകൾ അതിരി വിട്ടപ്പോൾ പിണറായി നോ പറഞ്ഞപ്പോഴാണ് പാർട്ടി വിട്ട് നീതിമാൻ കളിച്ച് മറുനാടൻ്റെ വാക്ക് കടമെടുത്ത് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ് നടക്കുന്നത്. പിണറായിസം എന്ന് പേര് വിളിച്ച് പിണറായി ഭരണത്തിൻ്റെ ഏകാധിപത്യത്തിനെതിരെ അന്നും ഇന്നും പോരാടുന്നത് മറുനാടനാണ്. ആ പോരാട്ടത്തിൻ്റെ വീര്യം കെടുത്തുകയാണ് ഈ PV അൻവറിനെ പോലുള്ള അശ്ലീല ജന്മങ്ങൾ ചെയ്തത്. അൻവറിനെ പോലുള്ളവർ ജനപ്രതിനിധികളാവുന്നത് കേരളത്തിൻ്റെ ശാപമാണ്. നിയമവിരുദ്ധമായ വഴികളിലൂടെ പോലും ധനം സമ്പാദിച്ച് ആ ധനത്തിൻ്റെ മികവിൽ എന്തു തോന്നിയാസവും കാണിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു അധമനായി പോയി PV അൻവർ. അൻവറിനെതിരെ മത്സരിക്കുന്നത് പിണറായിയുടെ മരുമകനായതുകൊണ്ട് അൻവർ പുണ്യാളനാവുന്നില്ല. കേരള രാഷ്ട്രീയത്തിന് വലിയ ആപത്താണ് PV അൻവർ. 2023 മറുനാടനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി അൻവർ നടത്തിയ നാടകം ഒരു മറുനാടൻ പ്രേക്ഷകന് മറന്നു പോകരുത്. 100-ലധികം കള്ളക്കേസുകളിലാണ് അൻവറിൻ്റെ നേതൃത്വത്തിൽ മറുനാടനെ പെടുത്തിയത്. ലക്ഷക്കണക്കിന് മറുനാടൻ പ്രേക്ഷകരുടെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം, അതുകൊണ്ട് മാത്രം ജയിലിലായില്ല. മറുനാടനെ ഇല്ലാതാക്കുമെന്ന് വാശിയോടെ മറുനാടൻ ഓഫീസിന് മുമ്പിൽ വന്ന് നെഞ്ചു വിരിച്ച് നിന്ന് 6-ാം നിലയുടെ താഴെ ഇറക്കും എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് വെല്ലുവിളിച്ചിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതേ 6-ാം നിലയിൽ ഇരുന്നാണെന്ന് ഓർക്കണം. അങ്ങനെ ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ജയിച്ചാൽ അത് ആപത്തായി മാറും. പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വരുമ്പോൾ അൻവർ ജയിച്ചു വന്നാൽ ഒരുപക്ഷെ മന്ത്രി പോലുമായെന്ന് വരാം. അത് മറുനാടിന് മാത്രമല്ല, സത്യം പറയുന്ന സകലർക്കും ഭീഷണിയാണ്. ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകർ ബേപ്പൂരിലുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും PV അൻവറിന് വോട്ട് ചെയ്യരുത്. 10-ാമത്തെ പേര് ഞാൻ പറയുന്നത് വളരെയേറെ വേദനയോടെയും നിരാശയോടെയും ദുഃഖത്തോടെയുമാണ്. പലരും അത്ഭുതപ്പെടും 10-ാമത്തെ പേര് കാണുമ്പോൾ. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാതാവും. മറ്റാരുമല്ല, 10-ാമത് തോൽക്കേണ്ടയാൾ ചിറയൻകീഴിൽ മത്സരിക്കുന്ന രമ്യ ഹരിദാസ്. രമ്യയുമായി നല്ല അടുപ്പം ഇപ്പോഴും എനിക്കുണ്ട്. ഇങ്ങനെ പറയുന്നതോടെ രമ്യ എന്നോട് പൂർണ്ണമായും പിണങ്ങുമെന്ന് എനിക്കറിയാം. പക്ഷെ നിവൃത്തിയില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ ആലത്തൂരുകാർ നെഞ്ചോട് ചേർത്ത് വെച്ചു. എത്ര വലിയ ഭൂരിപക്ഷമാണ് രമ്യയ്ക്ക് ആലത്തൂരുകാർ കൊടുത്തത്. എന്നിട്ട് രമ്യ ചെയ്യേണ്ട ജോലിയൊന്നും ചെയ്തില്ല. സ്വന്തം പാർട്ടിക്കാരെയും നാട്ടുകാരെയും വെറുപ്പിച്ച് MP എന്ന പദവി ആസ്വദിച്ച് ജീവിച്ചു. 2019 അതേ UDF തരംഗം 2024 ആവർത്തിച്ചപ്പോൾ രമ്യ മാത്രം തോറ്റുപോയത് എന്തുകൊണ്ടാണ്? തൃശ്ശൂർ വിടൂ. തൃശ്ശൂർ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സാഹചര്യമായിരുന്നു, മോദിക്ക് അനുകൂലമായ സാഹചര്യമായിരുന്നു. പക്ഷേ CPM-നെ എല്ലായിടത്തും കേരള ജനത കൈവിട്ടപ്പോഴും എങ്ങനെയാണ് ആലത്തൂരിൽ രമ്യ തോറ്റത്? 2 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം എങ്ങനെയാണ് തോൽവിയായി മാറിയത്? രമ്യയുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം. ആ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതിന് പകരം രമ്യ ധൃതി വെച്ച് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. അധികാരത്തോട് രമ്യയ്ക്ക് അടങ്ങാത്ത ആർത്തിയുള്ളത് കൊണ്ടാണ് വീണ്ടും മത്സരിക്കാൻ ഇറങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ആലത്തൂരുകാർ തിരസ്കരിച്ചപ്പോൾ 1 വർഷത്തേക്കെങ്കിലും കുറ്റബോധത്തോടെ മാറി നിന്ന് തൻ്റെ ഭാഗത്തെ വീഴ്ച പരിഹരിക്കേണ്ടതായിരുന്നു. അതും കഴിഞ്ഞ് 2026 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വിജയിക്കുന്ന മണ്ഡലം തേടി രമ്യ കേരളം മുഴുവൻ അലഞ്ഞു. പലയിടങ്ങളിലും പോയി ദീർഘകാലമായി അവിടെ പ്രവർത്തിക്കുന്നവരെ മാറ്റാൻ ശ്രമം നടത്തി. കുന്നത്തുനാട്ട ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് VP ശശീന്ദ്രൻ ഒന്ന് തോറ്റുപോയി കഴിഞ്ഞ തവണ എന്നതുകൊണ്ട് മാത്രം ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വലിയ നീക്കം അവിടെ നടത്തി. അത് വിജയിക്കാതെ വന്നപ്പോഴാണ് ചിറയൻകീഴിലേക്ക് പോകുന്നത്. അവിടെ ഒരു പാവത്താൻ BS അനൂപായിരുന്നു സ്ഥാനാർത്ഥി. BS അനൂപ് കഠിനമായ ജീവിത വഴികൾ താണ്ടി
രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വന്നയാളാണ്. 2021 നിസ്സാരമായ വോട്ടുകൾക്കാണ് തോറ്റത്. അതിനുശേഷം BS അനൂപ് 5 വർഷം ചിറയൻകീഴ് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ഇക്കുറി മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പായ സാഹചര്യം സൃഷ്ടിച്ചു. പക്ഷേ രമ്യ ഹരിദാസ് അവിടെ വന്ന് ആ സീറ്റ് തട്ടിപ്പറിച്ച് മത്സരിച്ചു. BS അനൂപിനെ മനം നൊന്ത് BJPയിലേക്ക് ചേക്കേറേണ്ടി വന്നു. അനൂപാണ് BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി. രമ്യ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ നേട്ടത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്നത് ഖേദകരമാണ്. രമ്യയോടുള്ള ഇഷ്ടവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, രമ്യയെക്കുറി തോൽക്കേണ്ടത് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ തിരുത്താൻ കൂടി ആവശ്യമാണ്. രമ്യ ചേലക്കരയിൽ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ചേലക്കരയിൽ മത്സരിച്ച് ജയിക്കും എന്ന് ഉറപ്പില്ലാത്തതിനാലാണ് രമ്യ ചിറയൻകീഴേക്ക് പോകുന്നത്. ചിറയൻകീഴുകാർ രമ്യയ്ക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി ശുദ്ധി ഉണ്ടാവൂ. ഇത് പറഞ്ഞതിന് പ്രിയപ്പെട്ട രമ്യ എന്നോട് ദയവായി ക്ഷമിക്കണം.